ചോദ്യം. നിന്റെ ഭവനത്തിന് ഒരു സൈന്യനിരയെ പോലെ ഉണർന്നെഴുന്നേൽക്കാൻ സാധിക്കുമോ? ചോദ്യം ആവർത്തിക്കാം. നിന്റെ കുടുംബത്തിന് ഒരു സൈന്യനിരയായി തീരാൻ, ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ഒരു സൈന്യനിരയായി തീരാൻ കഴിയുമോ? ഇതാണ് ചോദ്യം. ചോദ്യത്തിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ നമുക്ക് സുപരിചിതമായ അസ്ഥികളുടെ താഴ്വരയെക്കുറിച്ചുള്ള വിവരണമാണ്. അസ്ഥികളുടെ താഴ്വര നമുക്കറിയാം, വരണ്ടുണങ്ങി കിടക്കുന്ന താഴ്വരയാണ്, ജീവനില്ലാത്ത താഴ്വരയാണ്. എന്താണ് ജീവനില്ലാത്ത അവസ്ഥ? സ്നേഹമില്ലാത്ത താഴ്വര, സമാധാനമില്ലാത്ത താഴ്വര, സന്തോഷമില്ലാത്ത താഴ്വര, സഹകരണമില്ലാത്ത താഴ്വര, ഐക്യമില്ലാത്ത താഴ്വര. ചിലപ്പോഴെല്ലാം നമ്മുടെ കുടുംബങ്ങൾ സ്നേഹമില്ലാത്ത താഴ്വരകളായി, സമാധാനമില്ലാത്ത താഴ്വരകളായി, സന്തോഷമില്ലാത്ത താഴ്വരകളായി, ഐക്യമില്ലാത്ത താഴ്വരകളായി കിടക്കാറുണ്ട്. അങ്ങനെ കിടക്കുന്ന അവസ്ഥയെയാണ് അസ്ഥികളുടെ താഴ്വര എന്ന് പറയുന്നത്. ജീവനില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും ഒന്നും ചോദിക്കാനുമില്ല, ആർക്കും ഒന്നും പറയാനുമില്ല, ഒരു പരിഗണനയില്ല, ഒരു സഹകരണമില്ല. അതാണ് അസ്ഥികളുടെ താഴ്വര. ഈ അസ്ഥികളുടെ താഴ്വരയിലേക്ക് വചനവും ആത്മാവും വന്ന് നിറയുമ്പോൾ, കൃപാവരങ്ങൾ വന്ന് നിറയുമ്പോൾ, ദൈവസാന്നിധ്യം വന്ന് നിറയുമ്പോൾ അവർ ജീവനുള്ളവരായി, സ്നേഹമുള്ളവരായി, ഐക്യമുള്ളവരായി, സന്തോഷമുള്ളവരായി, ഒരുമിച്ച് നിൽക്കുന്നവരായി മാറുന്നു. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അങ്ങനെ അവർ ഒരുമിച്ച് നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതാണ് അടുത്ത പോയിന്റ്. ചില ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നത് തിന്മ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ, ഈ അസ്ഥികളുടെ താഴ്വരയിലേക്ക് വചനവും ആത്മാവും വന്ന് നിറഞ്ഞപ്പോൾ അവർ പിന്നെ ഒരുമിച്ച് നിൽക്കുന്നത് നന്മ ചെയ്യാൻ വേണ്ടിയാണ്, ദൈവരാജ്യത്തിന്റെ പോരാളികളായിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ദിവ്യബലി അർപ്പിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ആത്മചൈതന്യം വന്ന് നിറഞ്ഞ് പോരാളികളായി തീരുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് സുവിശേഷത്തിൽ ഈശോ പറയുന്നത്. ദൈവസ്നേഹവും പരസ്നേഹവും നിറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും സൈന്യനിരയായി നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമൂഹങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ഷിൻസച്ചൻ്റെ 9ാം ചരമദിനം ആഘോഷിക്കുന്ന ദിവസമാണ്. അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ അമ്മച്ചിക്കും സഹോദരങ്ങൾക്കും വേണ്ടി, ഇന്നത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് 10ാം പിയൂസ് കീഴ്പള്ളി പള്ളിയിൽ 3 ദിവസത്തെ തിരുനാൾ ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. ഇടവകയ്ക്ക് വേണ്ടിയും തിരുനാൾ ആഘോഷങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പുറംതിരിഞ്ഞു നിന്ന, അങ്ങനെ വരണ്ടുണങ്ങി അസ്ഥി പോലെ ആയിത്തീർന്ന സാഹചര്യങ്ങളെ ഓർത്ത് അനുതപിച്ച് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം